നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻ്റെ റൂട്ടല്ല, ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതിനേക്കാളും റൂട്ട്സ് എന്ന് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് അഥവാ സീറോസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളാണ് ഈ പറഞ്ഞ 3 മെത്തേഡുകൾ. ഏതൊക്കെയാ? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ എന്താ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല, മൂന്നാമത്തത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. 3 മെത്തേഡ്സ് ആണുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഏതാണെന്ന് നോക്കിയാൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. സോ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2x² - 5x + 3 = 0 ബൈ ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്. ആ പേരിൽ തന്നെ ഉണ്ട് ഫാക്ടറൈസേഷൻ. അതായത് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. ഫാക്ടേഴ്സ് എന്താണ്? ഘടകങ്ങൾ അല്ലേ? ആ ഘടകങ്ങളാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ? 2x² - 5x + 3 = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുന്ന അറിയാമോ? നമ്മൾ ഫാക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നടുക്കത്തെ ടേം, മിഡിൽ ടേം അഥവാ എക്സിൻ്റെ ടേം, എക്സ് വരുന്ന ടേമിനെ നമ്മൾ ചൂസ് ചെയ്യണം. എക്സ് വരുന്ന ടേം ഏതാ ഇവിടെ? -5x. ആ -5xനെ അല്ലെങ്കിൽ ആ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? മിഡിൽ ടേം എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ -5 കിട്ടുക. ആ രീതിക്കോട്ടാക്കണം. അതായത് -5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ 2 നമ്പേഴ്സ് എടുക്കാം നമുക്ക്? ഞാൻ പറയാം, -3ഉം -2ഉം. -3ഉം -2ഉം എന്താണ്? -5 ആണ്. 2 കൂടി കൂട്ടുമ്പോൾ -5 കിട്ടും അല്ലേ? അതുപോലെ തന്നെ എന്താ? -4ഉം -1ഉം -5 ആണ്. അതും നമുക്ക് കിട്ടാറുണ്ട് -5. പിന്നെ അത് കൂട്ടുന്നതാണെല്ലാം. അതെല്ലാം കൂട്ടുമ്പോൾ -5 കിട്ടുന്നതാണ്. -3ഉം -2ഉം അതുപോലെ തന്നെ -4ഉം -1ഉം ഒക്കെ. സോ 2x² - 5x + 3 = 0 എന്ന് വന്നു. സോ ഈ -5xനെ നമുക്ക് ഞാൻ എന്തെഴുതി? -5xനെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ -2x - 3x എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താ -5xന് പകരം -4x - x, അതും -5x തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്ന ഏതാണെന്നറിയാമോ? -2xഉം -3xഉം ആണ്. എന്തുകൊണ്ടാണ്? അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ എഴുതുവാണേ. 2x² മൈനസ് ഈ -2x - 3x, അല്ലെങ്കിൽ -3x - 2x എന്ന് എഴുതാം. -2x - 3x + 3 = 0. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തത്? ഈ -5xന് പകരം -2x - 3x അങ്ങനെ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഇനി എന്താ? ഈ 2 ടേംസ് മാത്രം സെലക്ട് ചെയ്യുക. അതായത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ 2 ടേംസ് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ? ഈ ഫസ്റ്റത്തെ 2 ടേം നോക്കിക്കേ, 2x² - 2x. അതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? 2x² - 2xൽ നിന്ന് രണ്ടിടത്തും എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഒരു 2x കോമൺ അല്ലേ? അപ്പോൾ ഞാൻ എന്തെടുത്തു? ഒരു 2xനെ ഇങ്ങി പുറത്തെടുത്തു. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ 2 ടേമിൽ നിന്ന് ഞാൻ 2xനെ പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? പിന്നെ ഒരു x മാത്രമല്ലേ അവിടെ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ 2x² / 2x ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 2ഉം 2ഉം കട്ടായി പോയി, എക്സും സ്ക്വയറും കട്ടായപ്പോൾ x എന്ന് വരും. സോ 2x² നിന്ന് 2xനെ കോമൺ എടുത്താൽ പിന്നെ x മാത്രം മൈനസ് പിന്നെന്താ? 2xനെ ഞാൻ ഇങ്ങനെ എടുത്തില്ലേ മൊത്തത്തിൽ? പിന്നെ ഒന്നല്ലേ ഉള്ളൂ. സോ 2x × x - 1 എന്ന് വരും. ഇത് മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? ഞാൻ അടുത്ത് നോക്കിക്കേ, മൈനസ്. ഇനി -3xഉം +3ഉം. -3x നിന്നും +3 എന്നും എനിക്ക് എന്തിനെ കോമൺ എടുക്കാം? 3നെ ഇനി കോമൺ എടുത്തു അല്ലേ? -3നെ കോമൺ എടുത്താൽ പിന്നെ അവിടെ എന്തുണ്ട്? x. -3നെ അല്ലേ എടുത്തത്? സോ ഒരു -3 ഉണ്ട് അല്ലേ? -1 ഉണ്ട് അല്ലേ? x - 1. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് തിരിച്ച് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എന്താ ഈ മുകളിൽ കിട്ടിയ ആൻസർ വരുന്നു നോക്കിയാൽ മതി. -3 × x - 3x -× -+3 × 1 3. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഇപ്പം എന്താ വന്നേ? 2x × x - 1 -3 × x - 1 = 0 എന്ന് വരും. ഇത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ -4x - x എന്നും പറയാമെന്ന് പറഞ്ഞില്ലേ? സോ അതാണ് ഞാൻ കൊടുത്തേക്ക് എന്ത് വന്നാനേ? ഞാനിപ്പോൾ -2x - 3xന് പകരം ഞാനിവിടെ കൊടുത്തത് -4x - x ആണെങ്കിൽ കോമൺ എടുക്കാൻ എനിക്ക് അവിടെ എന്തെങ്കിലും ടേംസ് കാണുമോ? എനിക്ക് കോമൺ എടുക്കാൻ ഒരു ടേംസും ഇല്ലല്ലോ. -4xഉം ഈ 2ൽ നിന്നും
-4 ൽ നിന്ന് ഒരു 2 എടുക്കായിരിക്കും. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കോമൺ ആയിട്ട് വരുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഈ മിഡിൽ ടേമിന് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഫാക്ടേഴ്സ് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ ഫാക്ടറിനെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതായത് 2x × x - 1 -3 × x - 1 = 0. അത്രയും ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ. ഇനി വീണ്ടും നമുക്ക് നോക്കാം. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്? x - 1 ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആ x - 1 ഇങ്ങ് എടുത്തു. x - 1 × പിന്നെ എന്താ ഉള്ളത്? 2x ഒരു -3. അവരെ ഞാൻ ഒരുമിച്ച് എഴുതി. × 2x - 3 = 0 എന്ന് കൊടുത്തു. ഇത്രയും ഓക്കെ ആയോ? അതായത് ഈ 2x × x - 1 -3 × x - 1 = 0. അതിൽ നിന്ന് രണ്ടുപേരിലും കോമൺ ആയിട്ടൊരു x - 1 ഉണ്ടായിരുന്നു. സോ ആ x - 1നെ ഞാൻ ഇനി കോമൺ എടുത്തു. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഒരു 2x ഒരു -3. സോ × 2x - 3 = 0 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടെ എന്താ ഇത് a × b = 0. ആ ഒരു ഫോമിൽ കിടക്കുമല്ലേ ഇവിടെ? നോക്കിക്കേ, a × b = 0 ഒരു ഫോമിൽ വന്നാൽ നമുക്ക് എന്തെഴുതാം? a = 0 അല്ലെങ്കിൽ b = 0 എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ x - 1 × 2x - 3 = 0 വന്നാൽ നമുക്ക് എന്തെഴുതാം? x - 1 = 0. x - 1 = 0 എന്ന് എഴുതി. അതിൽ നിന്ന് x നമുക്ക് എന്ത് വരും? +1 എന്ന് വരും അല്ലേ? അതുപോലെ 2x - 3 = 0. 2x - 3 = 0 ആണ്. അതിൽ നമുക്ക് 2xന് പകരം എന്തെഴുതാം? 2x = 3 അല്ലെങ്കിൽ x = 3/2 എന്ന് വന്നു. സോ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ? x = 1 എന്ന വാല്യൂവും കിട്ടി, x = 3/2 എന്ന് പറയുന്ന വാല്യൂവും കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ട് റൂട്ട് കാണുമെന്ന് പറഞ്ഞില്ലേ? രണ്ട് സൊല്യൂഷൻസ് കാണുമെന്ന് പറഞ്ഞില്ലേ? അതാണ് കിട്ടിയത്. എക്സിന് ഒരു വാല്യൂ 1ഉം കിട്ടി, 3/2ഉം കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഇക്വേഷനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവർ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ ടേം മാത്രം സെലക്ട് ചെയ്യുക. എക്സിൻ്റെ ടേം സെലക്ട് ചെയ്തിട്ട് ആ എക്സിൻ്റെ ടേമിന് എന്ത് വേണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്കിവിടെ 4 ടേം വരത്തില്ലേ? അപ്പം 4 ടേം വരുമ്പോൾ 2 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ് ആക്കണം. ഗ്രൂപ്പ് ആക്കിയിട്ട് ആ 2 നമ്പേഴ്സിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ പുറത്തോട്ട് എടുത്ത് മാറ്റണം. മനസ്സിലായില്ലേ? എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? 2 ഫാക്ടേഴ്സ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം 5x ആണെങ്കിൽ തന്നെ അതിന് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഏത് ഫാക്ടർ ആണോ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് അത് നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6x² - x - 2 = 0 ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. നോക്കിക്കേ, ദ ക്വസ്റ്റ്യൻ 6x² - x - 2 = 0 ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യണം. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ ഏത് ടേമിനെയാണ് നമ്മൾ എടുക്കാനുള്ളത്? എക്സിൻ്റെ ടേമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് അല്ലേ? ഇവിടെ എക്സിൻ്റെ ടേം ഏതാ? -x. സോ ഈ -xനെ ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിട്ട് -xൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതായത് -x വരണം. 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ വരുമ്പോൾ -x അല്ലെങ്കിൽ -1 വരണം അല്ലേ? എക്സ് അവിടെ നിൽക്കട്ടെ, -1 ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ എടുക്കാനുള്ളത്. -1 വരണം. എപ്പോഴൊക്കെയാണ് -1 വരുന്നത്? -1 വരികയും വേണം. എന്നാൽ ആ -1 വരുന്ന ഫാക്ടേഴ്സ് ഈ പറഞ്ഞ നമ്പേഴ്സ് 6x ഈ 6ഉം 2ഉം ഒക്കെ ആയിട്ട് എന്താണ് അവരുമായിട്ടൊരു ഫാക്ടേഴ്സ് അവരിലൊരു ഫാക്ടർ ഉള്ളതും ആയിരിക്കണം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന നമ്പറില്ലേ, ഇപ്പം -x അല്ലെങ്കിൽ -1 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. -1 കിട്ടണം. -1 കിട്ടുമ്പോൾ ഏതെങ്കിലും 2 നമ്പർ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴായിരിക്കത്തില്ലേ -1 കിട്ടുന്നത്? ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന നമ്പർ ഈ ബാക്കിയുള്ള 2 നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഫാക്ടർ ആയിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റൂ. ക്ലിയർ ആയോ ഇപ്പോൾ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -x അല്ലെങ്കിൽ -1x എങ്ങനെ എഴുതാം? എങ്ങനെയൊക്കെ കിട്ടാം? -1 പല രീതിക്കും കിട്ടാം. -1ൻ്റെ ഫാക്ടേഴ്സ് എല്ലാ നമ്പറിലും 1 ഉണ്ടല്ലോ, -1 ഉണ്ടല്ലോ. പക്ഷേ നമുക്കിതിൽ കോമൺ ഫാക്ടർ ആയിരിക്കുകയും വേണം. അപ്പം ഞാൻ പറയുവാണ്, -1 എനിക്ക് കിട്ടണം. 4x - 3x വരുമോ? ഇല്ല, അത് +1 വരത്തുള്ളൂ. 3x അല്ലേ? 3x - 4x എടുത്താലോ? 3x - 4x -1x ആണ്.
ഓക്കെ, അത് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, അല്ലെങ്കിൽ 4x മൈനസ് 5x, അതും ശരിക്കും എന്താ -1x ആണ്. അല്ലെങ്കിൽ എന്താണ് 5x മൈനസ് 6x, ഇതെല്ലാം -1x തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്താ, ഈ -1x കിട്ടുമ്പോൾ ഈ പറഞ്ഞ 6xലും 2xലും കൂടി ഫാക്ടേഴ്സായി വരത്തക്ക രീതിയിലുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയത് 3x -4x, 3 6ൻ്റെ ഫാക്ടറാണ്, 4 2ൻ്റെയും ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് 3x -4x എന്നുള്ള ആ ഒരു പെയറിനെ സെലക്ട് ചെയ്യാം. ആ ഒരു രീതിക്ക് എഴുതി നോക്കാം. അപ്പോൾ എന്ത് വരും, 6x². ഇനി -1xന് പകരം എന്താ, 3x അല്ലേ, പ്ലസ് 3x മൈനസ് 4x എന്നെഴുതി. അതായത് ഈ -1xന് പകരമാണ് 3x -4x എന്ന് എഴുതിയത്. -2 = 0. നമ്മൾ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് ലോജിക്ക് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. 6x² പ്ലസ് 3x -4x -2 = 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കാം. ഇത് രണ്ടും ഒരു ഗ്രൂപ്പാക്കി, ഇത് രണ്ടും അടുത്ത ഗ്രൂപ്പാക്കി. ഇനി 6x² പ്ലസ് 3x, ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാടെ, രണ്ട് പേര് ഇത് ഞാൻ ഒരു 3x എനിക്ക് കോമൺ എടുത്തൂടെ. ഇവിടെ ഒരു 3x ഉം 6x² 3x ഉണ്ടല്ലോ. 6x² ഡിവൈഡഡ് ബൈ 3x ചെയ്ത് നോക്കിക്കേ, 2 വരും, x എന്ന് കേട്ടി 2x എന്ന് വരും. സോ 2x അല്ലേ. അപ്പം എനിക്കിവിടെ എന്ത് ഞാൻ കോമൺ എടുത്ത എന്താണ്, 3x കോമൺ എടുത്തു. 3x കോമൺ എടുത്താൽ പിന്നെ എന്താ ഉള്ളത്, 2x ഇവിടെ ഉണ്ട്. പ്ലസ് 3xൽ നിന്ന് 3x കോമൺ എടുത്താൽ 1, 3x ഡിവൈഡഡ് ബൈ 3x 1. സോ 3x × 2x + 1. ഇത്രയും ഓക്കെ ആണോ, മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? സോ 3x × 2x + 1 വരെ നമുക്ക് കിട്ടി. ഇനി എന്താ, 3x × 2x + 1. ഇനി ഇവിടെ നിന്ന് -4x - 2 = 2. അതിനകത്ത് എന്ത് കോമൺ എടുക്കാം, -4x - 2ൽ നിന്ന് എന്തെടുക്കാം കോമൺ. ഞാൻ ഒരു -2നെ ഇനി കോമൺ എടുത്തു. -2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ, ഇവിടുന്ന് -2 എടുക്കുമ്പോൾ ബാക്കി ഒരു 2x ഇല്ലേ, 2x പിന്നെന്താ ഉള്ളത്, 2x + 1 എന്ന് വരും അല്ലേ, = 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. എന്താണ് 2 × 2x അല്ലേ, -2 × 2x, -4x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും അല്ലേ, -2 എന്ന് വരും. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം, രണ്ട് സ്ഥലത്തും 3x × 2x + 1 -2 × 2x + 1 = 0. ഇതിൽ നിന്ന് നമുക്ക് 2x + 1 എന്താണ് കോമൺ എടുത്തൂടെ. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്, 2x + 1 ആണ്. സോ നമുക്ക് 2x + 1 ഞാൻ ഇനി കോമൺ ആയിട്ട് എടുത്തു. പിന്നെ അതിനകത്ത് എന്താ ഉള്ളത്, ഒരു 3x ഉണ്ട്, ഒരു -2 ഉണ്ട്. സോ ബാക്കിയുള്ളതിന് അതേപോലെ എഴുതി, 3x - 2 = 0 എന്ന് എഴുതി. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അതായത് 6x² + 3x -4x - 2 = 0. ഈ 3x - 4x എങ്ങനെയാണ് വന്നത്, ഈ -1xനെ സ്പ്ലിറ്റ് ചെയ്താണ് 3x - 4x ആക്കി എഴുതിയത്. ഇനി നമ്മൾ ഫാക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരേപോലെയുള്ള, അതായത് ടേംസിന് രണ്ടെണ്ണത്തിന് വെച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ 2 ടേം തമ്മിൽ ഗ്രൂപ്പ് ചെയ്തു, അടുത്ത 2 ടേമുകൾ തമ്മിലും ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 6x² + 3x, ഇതിൽ നിന്ന് ഞാൻ എന്ത് കോമൺ എടുത്തു, എനിക്കൊരു 3xനെ ഇനി കോമൺ എടുക്കാം. 3xനെ കോമൺ എടുത്തപ്പോൾ ബാക്കി എന്താ വന്നേ, 2xും ഒരു +1 വന്നു അല്ലേ. ഇപ്പോൾ 3 2 6x². തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ, നമ്മൾ എടുത്ത കാര്യം ശരിയാണോ എന്ന് അറിയാനായിട്ട് തിരിച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. സോ 6x² ഓക്കെയാണ്, 3x × 1 3x × 1 3x. സോ 6x² + 3x. ഇനി ഞാൻ ഇവിടുന്ന് ഒരു -2 ഇവിടെ, അതായത് -4x - 2ൽ നിന്ന് ഒരു -2നെ ഞാനിഞ്ഞ് കോമൺ എടുത്തു. -2നെ കോമൺ എടുത്തപ്പോൾ എന്ത് വരും, -2 × 2x. അപ്പോൾ എന്ത് വരും, -4x ആണ്. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. പിന്നെ എന്താ, 2 × 1 2 ആണ്. അത് മനസ്സിലായോ ആ ഭാഗം? ഓക്കെ. ഇനി എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം, ഈ രണ്ട് സ്ഥലത്തു നിന്നും ഒരു 2x + 1 കോമൺ എടുത്തു. രണ്ടിടത്തും 2x + 1 ഇല്ലേ. സോ 2x + 1നെ കോമൺ എടുത്തു. ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്, 3x ഉണ്ട്, ഒരു -2 ഉണ്ട്. സോ അതിന് ഒരുമിച്ച് എഴുതി, 3x - 2 = 0 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം, എനിക്ക് 2x + 1 × 3x - 2 = 0 അല്ലേ. അപ്പോൾ ഞാൻ പറയുക 2x + 1 = 0. അതേപോലെ തന്നെ 3x - 2 = 0. ഇങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞു a × b = 0 ആണെങ്കിൽ a = 0 എന്ന് എഴുതാം, b = 0 എന്ന് എഴുതാം. അപ്പോൾ 2x + 1 = 0 ആണെങ്കിൽ 2x എന്ത് വരും ഇവിടെ, 2x = -1 എന്ന് വരും. x = -1/2 എന്ന് വന്നു. സോ എക്സിൻ്റെ ഒരു വാല്യൂ എന്താ നമുക്ക് വന്നത്, -1/2 എന്ന് വന്നു. അടുത്ത എന്താ, 3x - 2 = 0 അല്ലേ. 3x - 2 = 0. അപ്പോഴോ 3x = 2 എന്ന് വരും. സോ x = നമുക്ക് എന്ത് വരും, 2/3. എക്സിൻ്റെ വാല്യൂ 2/3 എന്നൊരു വാല്യൂവും കിട്ടും. ക്ലിയർ ആയോ?
എക്സിന് 2 വാല്യൂ കിട്ടിയില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ? എക്സിന് -1/2 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടി, 2/3 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയാണ് 6x² - 1x - 2 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 100x² - 20x + 1 = 0 ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. 100x² - 20x + 1 = 0. 100x² - 20x + 1 = 0. ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് വേണം? നമ്മൾ എക്സിൻ്റെ ടേം നോക്കി എടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം? എക്സിൻ്റെ ടേം എടുക്കണം. ഇവിടെ എക്സിൻ്റെ ടേം എന്താ? -20x ആണ്. -20x. -20xനെ എങ്ങനെ എഴുതാം? -10x -10x എന്ന് എഴുതിക്കൂടെ? -10 -10 -20 അല്ലേ? അങ്ങനെ എഴുതി നോക്കിയാലോ? 100x² - 10x - 10x. പിന്നെന്താ ഉള്ളത്? +1 = 0. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ എഴുതി എന്താണെന്ന് അറിയാമോ? 100ന്റെ ഫാക്ടേഴ്സിനകത്ത് 10 ഉണ്ടല്ലോ, 10 വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. -20xനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? 100x² - 10x ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതി. -10x +1 ഇത് ഒരുമിച്ച് എഴുതി, ഗ്രൂപ്പ് ചെയ്തു അല്ലേ? പിന്നെന്തായിരുന്നു? എന്ത് കോമൺ എടുക്കാം? 100x². 100x² -10x ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു -10x, ഒരു 10xനെ കോമൺ എടുത്തൂടെ? 100x² ഡിവൈഡഡ് ബൈ 10x ചെയ്ത് നോക്കിക്കേ. 100x² ഡിവൈഡ് ബൈ 10x. അപ്പോൾ 10x എന്ന് വരും അല്ലേ? 10x വരത്തില്ലേ? സോ ഞാൻ ഇവിടെ നിന്ന് ഒരു 10xനെ എങ്കിൽ കോമൺ എടുത്തു. കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? 10x ആണ്. -10xനെ എങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ലല്ലോ, 1 അല്ലേ ഉള്ളൂ. സോ 1 കണ്ടോ? 10x × 10x - 1 എന്ന് വരും. പിന്നെ എന്താ ഉള്ളത്? -10x + 1 അല്ലേ അവിടെ ഉള്ളത്? ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഞാൻ അവിടെ നിന്നൊരു -1നെ കോമൺ എടുത്തു. -1നെ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 10x - 1 എന്ന് വരും, = 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. -10x -(-) +1 അല്ലേ? സോ -10x ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് നോക്കുമ്പോൾ മുകളിലത്തെ പോലെ വരുന്നോ നോക്കിയാൽ മതി. നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം -10x -+ ആണ്. സോ +1 ഇങ്ങനെ എഴുതി. സോ എന്താണ്? 10x × 10x - 1 -1 × 10x - 1 = 0 എന്ന് വന്നു. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്? 10x - 1 കോമൺ ഇല്ലേ? സോ ഈ 10x - 1ൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്തു. 10x - 1 × പിന്നെ എന്താ ഉള്ളത്? ഒരു 10x ഉണ്ട്, ഒരു -1 ഉണ്ട്. അതേപോലെ എഴുതി. 10x - 1 എന്ന് എഴുതി, = 0. 10x - 1 × 10x - 1 = 0 എന്ന് വന്നു അല്ലേ? സോ നമുക്ക് എന്തെഴുതാം? 10x - 1 = 0. അതിൽ നിന്ന് 10x = 1 അഥവാ x = 1/10 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്താ? 1/10 എന്ന് വന്നു. ക്ലിയർ ആയോ? അതേപോലെ അപ്പുറത്തും അതും 10x - 1 തന്നെയല്ലേ? 10x - 1 = 0. സോ 10x = 1, x എന്ത് വരും? 1/10 എന്ന് വരും. എഴുതാമേ, x = 1/10 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 1/10 അല്ലേ കിട്ടിയത്? ശരിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. 10x - 1 × 10x - 1 = 0. അഥവാ 10x - 1ന്റെ ഹോൾ സ്ക്വയർ ആണ്. 10x - 1ന്റെ സ്ക്വയർ ആണ് ശരിക്കും ഇത്. 100x² - 20x + 1 = 0 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ 100x² - 20x + 1 = 0 എന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഈ -20xനെ മിഡിൽ ടേമിനെ, എക്സിൻ്റെ ടേമിനെ ഞാനങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നു? -20xനെ ഞാൻ -10x എന്ന് എഴുതി. അങ്ങനെ എഴുതി എന്തിനാണ്? ഈ പറഞ്ഞ ബാക്കിയുള്ള ഫാക്ടേഴ്സുമായിട്ട്, ബാക്കിയുള്ള 2 ടേംസുമായിട്ട്, ഫാക്ടേഴ്സുമായിട്ടല്ല ബാക്കിയുള്ള 2 ടേംസുമായിട്ട് കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ 100x² - 10x ഇവർ രണ്ടുപേരും ഒരുമിച്ച് എഴുതി. ബാക്കിയുള്ള -10xനെയും 1നെയും ഞാൻ ഒരുമിച്ച് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എനിക്ക് കോമൺ എടുക്കാൻ പറ്റിയത് ഒരു 10x ആയിരുന്നു. 10xനെ ഞാൻ ഇനി കോമൺ എടുത്തു. 10x × 10x - 1 അതേപോലെ എടുത്ത് എഴുതി. പിന്നെന്താ? പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. -10xും +1ഉം അല്ലേ? അപ്പം നോക്കിക്കപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു -1നെ കോമൺ എടുക്കാം. 10x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 10x എന്ന് പറഞ്ഞാൽ
10 ഇൻറ്റു 1x എന്നല്ലേ അല്ലേ? 10 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 1 എന്നല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. 1 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടർ തന്നെയല്ലേ 1. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. സോ -1 ഇനി എടുക്കാം. ഇവിടെ ഒരു -1 ഉണ്ട്. -1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 10x - 1 ഇതുപോലത്തെ ഫോമിൽ തന്നെ വരും. ഓക്കെ, അതുകൊണ്ടാണ് -1 കോമൺ എടുത്തിട്ട് 10x - 1 എന്ന് പറഞ്ഞ് എഴുതിയത്. പിന്നെന്താണ്? പിന്നെ 10x - 1 രണ്ട് ടേമിലുള്ളത് കൊണ്ട് അതിനെ ഞാൻ ഇനി കോമൺ എടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഒരു 10xും ഒരു -1 ആയിരുന്നു. അവർ രണ്ടുപേരെയും ചേർത്ത് ഒരുമിച്ച് അങ്ങ് എഴുതി. 10x - 1 = 0 എന്ന് എഴുതി. അപ്പോൾ 10x - 1 × 10x - 1 = 0 എന്ന് കിട്ടി. അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, പ്രിലിംസിന് വരുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു അടുത്തൊരു മെത്തേഡ് നമ്മൾ പഠിക്കും, ക്വാഡ്രാറ്റിക് മെത്തേഡ്. ക്വാഡ്രാറ്റിക് മെത്തേഡിൽ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏതൊരു ഇക്വേഷൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്വാഡ്രാറ്റിക് മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എളുപ്പമൊക്കെയാണ്, പക്ഷെ കുറച്ച് പേർക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ വന്ന് കുറച്ച് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കണം, എല്ലാ മെത്തേഡും പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ. ഹായ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാരൽ ലൈൻ, നമുക്ക് ഇതിനകത്ത് പറയുന്ന പാരലോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. സാധാരണ MCQ ലെവലിന് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായൊരു ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്നത്. നമുക്ക് പാരലൈൻസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു X ആക്സും Y ആക്സും വരച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തുണ്ട്? ഒരു പാരലോഗ്രാം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പാരലോഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ഓരോ കോർഡിനേറ്റും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 1 1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. ഏതാണ്? 1 1. ഓക്കെ, ഇനി ഈ കോർഡിനേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ എത്രയായിരിക്കും? ഇത് നമുക്ക് 1 എന്തെന്ന് പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 വന്നിരിക്കുന്നു. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്ക് 6ലാണ് നിൽക്കുന്നത് അല്ലേ? നമുക്ക് 6ലാണ് നിൽക്കുന്നത്. 1 6 എന്ന് പറയാൻ പറ്റും. ഇതാണെങ്കിൽ എത്രയായിരിക്കും? ഇത് നമുക്ക് 7 8 എന്നാണ് നമുക്ക് ഈ കോർഡിനേറ്റിനെ നമുക്ക് 7 8 എന്ന് പറയാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് ഈ കോർഡിനേറ്റ് നമുക്ക് എന്താ പറയാൻ പറ്റണേ? ഈ കോർഡിനേറ്റിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 ആണ്. എത്രയാണ്? 7 3 എന്ന് പറയാൻ പറ്റും. ഈ 4 കോർഡിനേറ്റിന് ഒരു ചെറിയ ബന്ധമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, എനിക്ക് ഈ കോർഡിനേറ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കൂ. ഇവിടുത്തെ ഈ സൂചകം എനിക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കൂ. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു മെത്തേഡുണ്ട്, ഒരു ഷോർട്ട് കട്ടുണ്ട്. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്? ഇപ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ക്രോസ് ആയിട്ട് എക്സിൻ്റെ വാല്യൂസ് എടുക്കും. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 7. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അടുത്ത ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്തെന്ന് വിചാരിച്ചു. മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 - 7 = 1 എന്ന് പറയുന്ന ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ കിട്ടും. എങ്ങനെയാണ് ചെയ്തത് നോക്കാം. ഒന്നുകൂടെ പറയാം. നമുക്ക് വൈയുടെ വാല്യൂയും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. വൈയുടെ വാല്യൂ കൂടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ സെറ്റാവും. എന്താണ്? ഇവിടുത്തെ വൈയുടെ വാല്യൂ 6, ഇവിടുത്തെ വൈയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ രണ്ടും കൂടെ ക്രോസ് ആയിട്ടുള്ളത് കൂട്ടുന്നു. 6ഉം 3യും കൂടെ കൂട്ടി എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വൈയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. -8 എത്ര കിട്ടും? 9 - 8 = 1 എന്ന് കിട്ടി. ഇവിടുത്തെ വാല്യൂ 1 തന്നെയാണ്. അതുപോലെ തന്നെ നോക്ക്, ഇത് നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. ഇത് നമുക്ക് തന്നിട്ടില്ല. ഇത് 3 നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് 3 നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മളതിൽ ഇല്ല എന്ന് വിചാരിച്ചോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇവിടുത്തെ എക്സും കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 8 8 1 കുറച്ചപ്പോൾ 7. കണ്ടോ? ഇവിടുത്തെ വൈയും കൂടെ ആഡ് ചെയ്തു. 6 3 9. അതിൽ നിന്ന് 1 കുറച്ചു 8 കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഈ വാല്യൂ ഇല്ലെന്ന് വിചാരിക്കൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്രോസ് ആയിട്ട് 7 1 രണ്ടിൻ്റെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടി. 7 1 8. 8ൽ നിന്ന് 7 പോയപ്പോൾ 1 എക്സിൻ്റെ വാല്യൂ കിട്ടി. നോക്കിയേ, 1ഉം 8 1 9. 9ൽ നിന്ന് 3 പോയി 6. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പാരലോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 വെർട്ടെക്സ് നമുക്ക് തന്നിട്ട്, അതായത്